ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാഞ്ചീപുരം ടൗണിൽ എത്തിയിരിക്കുകയാണ്. ചെന്നൈയിൽ നിന്ന് 72 കിലോമീറ്ററാണ് കാഞ്ചീപുരം വരെ വരാനുള്ള ഡിസ്റ്റൻസ്. ഈ കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ കാഞ്ചീവരം എന്നും പേരുണ്ട് കേട്ടോ. പണ്ട് കാഞ്ചീവരം എന്നും പറയുമായിരുന്നു. ഈ കാഞ്ചി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബ്രില്യൻസ് എന്ന, അതായത് ഭയങ്കര ബുദ്ധി, നല്ല ഉയർന്ന തലത്തിലുള്ള ബുദ്ധി എന്നാണ്. അതായത് ദൈവം എന്നും പറയും. ദൈവം ഏറ്റവും ബുദ്ധി ദൈവത്തിനാണല്ലോ, ദൈവത്തിൻ്റെ ഇൻ്റലിജൻസ് ആണല്ലോ. അപ്പം ദൈവം എന്നും പറയുന്നുണ്ട്. അപ്പം കാഞ്ചി വരം എന്ന് പറഞ്ഞാൽ ഈ വരം ചെയ്യുക, ദൈവത്തിൻ്റെ വരം കിട്ടുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈ പേര് വന്നിരിക്കുന്നത്. ഇത് ഈ ടൗണിൻ്റെ വേഗാവതിയുടെ തീരത്താണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പല്ലവ രാജവംശം, ചോള രാജവംശം, വിജയനഗര രാജവംശം ഇവരൊക്കെ ഭരിച്ചിരുന്നതാണ്. കാഞ്ചീപുരം ടൗണിൽ 1000-ഓളം അമ്പലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പല്ലവ രാജാക്കന്മാരുടെ കാലത്താണ് അമ്പലങ്ങളൊക്കെ ഒത്തിരി വന്നത്. പിന്നെ അതിന് ചോളന്മാരും ഇതുപോലെ തന്നെ ആർക്കിടെക്ചറിൽ തൽപരരായിരുന്നു. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് പ്രശസ്തമായ കാഞ്ചി കാമാക്ഷി ക്ഷേത്രം, കാഞ്ചി അമ്മൻ ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിന് ചുറ്റും 4 നടകളുണ്ട്. കിഴക്കേ നട, വടക്കേ നട, പടിഞ്ഞാറേ നട, തെക്കേ നട. അങ്ങനെ 4 ഓരോ നടയിലും ഇങ്ങനെ ഭംഗിയായിട്ട് ഗോപുരം ഉണ്ടാക്കിയിരിക്കുക, ഭയങ്കര വലുപ്പത്തിൽ. ഈ ശ്രീകോവിലുണ്ടല്ലോ, ഗർഭഗൃഹം എന്ന് പറയും. ഈ ശ്രീകോവിലിൻ്റെ ഗോപുരത്തിൽ സ്വർണം പൂശിയിട്ടുണ്ട്. ഇതാണ് ശ്രീകോവിൽ, ഗർഭഗൃഹത്തിൻ്റെ മുൻഭാഗം. ഇവിടെ ഒരു കൊടിമരമുണ്ട്. കൊടിമരവും സ്വർണം പൂശിയതാണ്. അത്ര തിരക്ക് നിങ്ങൾക്ക് കാണാൻ, എന്ത് തിരക്കാന്നുള്ള കാര്യം. വളരെ ഈ കമ്പി കൊണ്ട് ചാനലാക്കി വെച്ചിട്ട് ക്യൂ ലൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് അമ്പലക്കുളമാണ് കേട്ടോ. അമ്പലക്കുളത്തിൻ്റെ നടുക്കൊരു മണ്ഡപവും പണിത് ഫൗണ്ടനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാണാനും ഒരു ഭക്തിയുമുണ്ട്, കാണാനും ഭംഗിയുള്ള രീതിയിൽ ഇത് ക്രമീകരിച്ചിട്ടുണ്ട്. ദേവിയുടെ പ്രതിഷ്ഠ വന്നെങ്കിലും പല്ലവ രാജാക്കന്മാരുടെ കാലത്താണ് ഇതുപോലെ ഭംഗിയുള്ള ഗോപുരങ്ങളൊക്കെ ഉണ്ടാക്കി ഈ അമ്പലം ഇത്രയും ഭംഗിയിലാക്കിയത്. കാഞ്ചീപുരത്തെ പ്രശസ്തമായ കൈലാസനാഥൻ ക്ഷേത്രം, പ്രധാന കൈലാസനാഥൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ശിവനാണ്. നമ്മൾ ഈ അമ്പലത്തിൽ തൊഴുതു കഴിഞ്ഞാൽ കൈലാസത്തിൽ പോയൊരു ബലവാന്നാണ് പറയുന്നത്. ഈ പല്ലവ, ചോള, വിജയനഗര രാജാക്കന്മാരുടെ ഭരണ കഴിഞ്ഞ ശേഷം സമയത്ത് തന്നെ ടിപ്പു സുൽത്താൻ കേട്ടോ, ടിപ്പു സുൽത്താൻ ഇവിടെ ആക്രമിച്ച് പല ശില്പങ്ങളും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശിവജി, മറാഠ രാജാവായിരുന്ന ശിവജി ഇവിടെ ഇത് പിടിച്ചെടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പല നാശങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഈ കാഞ്ചീപുരത്ത്. നമ്മൾ പ്രശസ്ത DMK സ്ഥാപകനും തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയുമായ അണ്ണാദുരൈ ജനിച്ചത് ഈ കാഞ്ചീപുരത്താണ്. ഈ അമ്പലത്തിൻ്റെ ഈ ശ്രീകോവിലില്ലേ, ശ്രീകോവിലിൻ്റെ ബിൽഡിങ്ങിൻ്റെ ചുറ്റും ഇങ്ങനെ മതിൽ പോലെ ഇങ്ങനെ അതിന് എന്ത് ഭംഗിയിലുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഈ മതിലിൻ്റെ ആർക്കിടെക്ചറ് അത്ര ഭംഗിയിലാണ് ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് പല്ലവ രാജാക്കന്മാരുടെ കാലത്ത് കാഞ്ചീപുരം ഇത് തലസ്ഥാനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെയുള്ള അമ്പലങ്ങൾ, അത്രയും വലിയ വലിയ അമ്പലങ്ങൾ കൂടുതൽ കാഞ്ചീപുരത്തുണ്ട്. ഇവിടെ കാഞ്ചീപുരത്ത് ബുദ്ധന്മാരും ജൈനന്മാരും ഒക്കെ വന്നിരുന്നു. ബുദ്ധമതവും ജൈനമതവും ഒക്കെ ഇവിടെ പഠിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ സെൻ ബുദ്ധിസത്തിൻ്റെ ഉപജ്ഞാതാവായ ബോധിധർമ്മൻ ജനിച്ചത്, അദ്ദേഹം ഷാവലിൻ സംസ്കാരത്തിൻ്റെയും തുടങ്ങി വെച്ച ആളാണ്. ബോധിധർമ്മൻ ജനിച്ചത് ഈ കാഞ്ചീപുരത്ത്.
കാഞ്ചീപുരം പട്ട് ഭയങ്കര പ്രശസ്തമാണല്ലോ. ഇവിടെയൊക്കെ ഒത്തിരി സിൽക്ക് ഷോപ്പുകളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇതുപോലെ ഒരു വീവിങ് സൊസൈറ്റി അവിടെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അന്ന് യഥാർത്ഥ പ്യുവർ സിൽക്ക് എന്ന് പറഞ്ഞാൽ ഈ മൾബറി ലീവ്സ് തിന്ന് പട്ടുന്ന പുഴുവെന്നെടുക്കുന്ന സിൽക്കാണ് യഥാർത്ഥ സിൽക്ക്. അങ്ങനെ അന്ന് ഇവിടെ പ്യുവർ സിൽക്കായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ കാഞ്ചീപുരം പട്ട് ഫേമസ് ആയത് കേട്ടോ. 15 മുതൽ 30 ദിവസം വരെ എടുക്കുന്നുണ്ട് ഒരു സാരി ഉണ്ടാക്കാൻ എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഫാക്ടറിയുടെ ഒരു തറി മെഷീൻ മാത്രമേ ഉള്ളൂ. മാത്രമല്ല ആളുകൾ വീട്ടിലുണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആൾക്കാർ വീട്ടിലും മെഷീനുണ്ട്. അങ്ങനെ പോയിരുന്ന് ചെയ്യും. അങ്ങനെയാണ് കൂടുതൽ നമ്പേഴ്സ് ഉണ്ടാക്കുന്നത്. ഇപ്പോഴും ഇവിടെ ഈ ആളുകളുടെ പ്രധാന തൊഴിലാണ്. ഇവിടെയുള്ളവരുടെ ഈ കാഞ്ചീപുരം സിൽക്ക് കുലത്തൊഴിൽ പോലെ ചെയ്യാണ്. പിന്നെ ഔട്ട്ലെറ്റ് ആണ് കേട്ടോ സെല്ലിങ്. ഈ സാരിയൊക്കെ 15,000 രൂപയുണ്ട്. ഇതൊക്കെ ഇതുപോലെ 15 മുതൽ 30 ദിവസം വരെ എടുത്തിട്ട് നെയ്ത സാരികളാണ് കേട്ടോ. ഇത് ഒറിജിനലാണ്. ഇവിടെ ധാരാളം സൊസൈറ്റികളുണ്ട് കേട്ടോ. അവർ വഴി ഈ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടാക്സ് കുറവുണ്ടെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. പിന്നെ സിൽക്ക് ഒറിജിനൽ സിൽക്ക് ആകുമ്പോഴാണ് വില കൂടുതൽ. ഹാൻഡ്ലൂം ആണെങ്കിലും മറ്റ് മിക്സ് ആയതാണെങ്കിൽ ഒറിജിനൽ പ്യുവർ സിൽക്ക് അല്ലാത്ത ആണെങ്കിൽ വില അല്പം കുറയും. ഇത് ഈ സാരിയുടെ വില 35,000 കേട്ടോ. ഇത് നമുക്ക് പല റേറ്റിലുണ്ട്. നമുക്ക് അത് കണ്ടാൽ മനസ്സിലാവത്തില്ല ഒറിജിനൽ ഏതാന്നുള്ളതെന്ന്. വിലയുടെ ഡിഫറൻസിൽ പിന്നെ ഇവർ പറയുന്നത് കേട്ടാലുമാണ് മനസ്സിലാവുക.